Good morning, children. We learned what is universal law of gravitation. An universal law of gravitation says that all bodies in the universe attract each other. The force of mutual attraction between two bodies is directly proportional to the product of their masses and inversely proportional to the square of the distance between them. Now we can complete the table using this law. We have the mass of the bodies m1 and m2, the distance between the bodies d. Then what is the mutual force of attraction? We can find the mutual force of attraction F using the Newton's law. Let's complete the table. In first case, m1 is 5, m2 is 10 and the distance between m1 and m2 is 2. Then G into 5 into 10 divided by 2 square. We know the value of G is 6.67 into 10 raised to minus 11. So we get the answer 6.67 into 10 raised to minus 11 into 12.5. നമ്മളിവിടെ ജിയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അടുത്ത കേസിൽ ജി ഇൻറ്റു 10 into 10 divided by 2 square, കാരണം ഡിസ്റ്റൻസ് എത്രയാണ്, 2 ആണ്. സോ 2 square. The answer is G into 25. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നമുക്ക് m1 m2 ഡിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. Then two bodies are at a specific distance, so as to attract each other. How many times will the mutual force of attraction be if the mass of one of them is doubled? എന്താണ് ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഒരു പ്രത്യേക ഡിസ്റ്റൻസിലാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി അതിലൊന്നിൻ്റെ മാസ് നമ്മൾ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് എന്ത് വ്യത്യാസമായിരിക്കും വരിക? The mutual force of attraction doubled. What if the mass of both the bodies are doubled? എന്താണ് സംഭവിക്കുക, മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഡബിൾ ചെയ്യും ഏതെങ്കിലും ഒരു മാസ് ഡബിൾഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇനി വാട്ട് ഇഫ് ദ മാസ് ഓഫ് ബോത്ത് ദ ബോഡീസ് ആർ ഡബിൾ, രണ്ട് ബോഡീസിൻ്റെയും വെയിറ്റ് നമ്മൾ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കം 4 times. ഇവിടെ 4 times ആയിട്ട് എന്ത് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. What if the distance between the bodies is double? ഡിസ്റ്റൻസ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ? When the distance is double, attractive force reduces as to 1/4. എന്താണ് 1/4 ആയിട്ട് എന്ത് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. Then what happens when the distance between the bodies is halved ആക്കിയാലോ എന്ത് സംഭവിക്കും? When the distance is halved, force of attraction become 4 times. 4 times എന്ത് ചെയ്യും, കൂടുതലാകും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 4 times കൂടുതലാകും ഡിസ്റ്റൻസ് ഹാഫായിട്ട് കുറച്ച് കഴിഞ്ഞാൽ. ഇനി ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ലെറ്റ്സ് ചെക്ക് എ പ്രോബ്ലം. എ ചൈൽഡ് ഓഫ് മാസ് 40 kg ഈസ് സിറ്റിംഗ് at a distance of 1 meter from another child of mass 50 kg. Calculate the gravitational force of attraction between them. രണ്ട് കുട്ടികൾ ഒരു 1 meter ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. അവരുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ m1 എന്ന് പറയുന്നത് 40 kg, m2 ഈസ് ഈക്വൽ ടു 50 kg, d ഈസ് 1 meter. ദെൻ ജി നമുക്കറിയാം 6.67 into 10 raised to minus 11 ആണ്. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 by d സ്ക്വയർ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 0.00000133 ന്യൂട്ടൺ. അതായത് 1.334 into 10 raised to minus 7 ന്യൂട്ടൺ. അത്രയാണ് നമുക്ക് കിട്ടുന്ന ഫോഴ്സ്. എത്ര ചെറിയ ഫോഴ്സാണ് അല്ലേ, എത്ര ചെറിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ. സോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വൈ 2 children sitting close to each other do not come closer due to mutual force of attraction. അതുകൊണ്ടാണ് രണ്ട് ആളുകൾ തമ്മിൽ അടുത്തിരുന്ന് കഴിഞ്ഞാലും അവർ തമ്മിൽ ഉള്ള അട്രാക്ഷൻ ഫോഴ്സ് കാരണം അവർ കൂടുതൽ അടുത്ത് വരാത്ത അല്ലെങ്കിൽ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് വരാത്തത് എന്ത് കാരണമാണ്? അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ
ചെറിയൊരു ഫോഴ്സാണ്. അവിടെ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതെന്താണ്, വളരെ ചെറിയൊരു ഫോഴ്സാണ്. ദ ഫോഴ്സ് ഫെൽറ്റ് ബൈ ഈച്ച് അതർ ഓഫ് ദം ആർ ഈക്വൽ ആൻഡ് വെരി ഷോർട്ട് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഭയങ്കര ചെറിയ വാല്യൂ ആയിരിക്കും. സോ ദേ ഡു നോട്ട് കം ക്ലോസർ ടു ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ രണ്ടാളുകൾ തമ്മിൽ എന്ത് ചെയ്യില്ല, അടുത്ത് വരില്ല. എ ബോഡി ഓഫ് മാസ് 50 kg and another body of mass 60 kg are separated by a distance of 2 meter. What is the force of attraction between them? വേറൊരു പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ M1 എന്ന് പറയുന്നത് എത്രയാണ്, 50 kg, M2 is equal to 60 kg, then D is equal to 2 meter. ജിയുടെ വാല്യൂ നമുക്കറിയാം 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, F is equal to Gm1m2/d² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുക? ദ ആൻസർ ഈസ് ഈക്വൽ ടു 5.0025 × 10⁻⁸ ന്യൂട്ടൺ. കണ്ടോ, എത്ര ചെറിയ -8 ആണല്ലേ. അപ്പോൾ എത്ര സീറോസ് കഴിഞ്ഞിട്ടാണ്, എത്ര ചെറിയ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത് 2 മീറ്റർ ഡിസ്റ്റൻസിൽ വരുമ്പോൾ. പേജ് നമ്പർ 67 ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, ദർ ഈസ് എ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അസ്, ദെൻ വൈ ഡോണ്ട് വി കം ക്ലോസർ ബൈ അവർ സെൽസ് ഇവൻ വെൻ ദ ടേബിൾ ഈസ് റിമൂവ്ഡ്. ടേബിൾ റിമൂവ് ചെയ്താൽ രണ്ടാളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആലോചിക്കുകയാണ്, ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ ഈ ടേബിൾ മാറ്റിക്കഴിഞ്ഞാലും എന്താണ്, ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആവാത്തത് എന്താണ്? അതിന് കാരണം എന്താ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ്, വളരെ ചെറിയൊരു ഫോഴ്സാണ്. അതുകൊണ്ടാണ് എന്താ, അവർ തമ്മിൽ കൂടുതൽ ക്ലോസർ ആവാത്തത്. നെക്സ്റ്റ് ഇസ് കെപ്ലേഴ്സ് ലോ. വാട്ട് ആർ ദ കെപ്ലേഴ്സ് ലോ? In first law, planets revolve in elliptical orbits around the sun. എന്താണ്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റലിൽ കൂടെയാണ്. അതാണ് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ. ഇൻ സെക്കൻഡ് ലോ, ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് സണ്ണും പ്ലാനറ്റും കൂടെ ഒരു ലൈൻ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ എന്ത് ചെയ്യും, ആ പ്ലാനറ്റ് കവർ ചെയ്യും. അതായത് ഈ ഇമേജ് വെച്ചിട്ട് A2ഉം A1ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി തേർഡ് ലോ, ദ ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് of a planet from the sun is directly proportional to the square of its orbital period. പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, is directly proportional to the square of its orbital period. ഓർബിറ്റൽ പീരീഡിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് r⁻³ ഡിവൈഡഡ് ബൈ t² എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് കിട്ടും. ദീസ് ആർ ദ 3 ലോസസ് ഓഫ് കെപ്ലർ. ഈ ഒരു ലോ വെച്ചിട്ടാണ് എന്താ, ന്യൂട്ടൺ ദ ഇൻവേഴ്സ് സ്ക്വയർ ലോ പ്രപ്പോസ് ചെയ്തത്. സപ്പോസ് എ പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r. ഇപ്പോൾ ഒരു പ്ലാനറ്റ് സർക്കുലർ ഓർബിറ്റലിലാണ് റിവോൾവ് ചെയ്യുന്നത്, അതിൻ്റെ റേഡിയസ് r ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് v, ഓർബിറ്റൽ വെലോസിറ്റി v ആൻഡ് മാസ് m ആണെന്നുണ്ടെങ്കിൽ, ദെൻ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് വിൽ ബി, സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, F is equal to m × v²/r എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിൻസ് ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, മാസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v²/r നമുക്ക് എഴുതിക്കൂടെ. ദെൻ ഇഫ് എ പ്ലാനറ്റ് കംപ്ലീറ്റ്സ് 1 revolution in time t, the orbital velocity of the planet will be എന്താണ്, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് t ടൈമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, v is equal to 2πr/t എന്ന് നമുക്ക് എടുക്കത്തില്ലേ, ബിക്കോസ് 2πr being the circumference of the orbit. 2πr ആയിരിക്കും എന്ത്, ആ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ടി ടൈമിൽ 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, 2πr/t എന്ന് എഴുതാം. സോ v²
ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്ന് എഴുതി കൂടെ. ദെൻ കെപ്ലർ ലോ അനുസരിച്ച് r⁵3/t² എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ v² ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r നമുക്ക് എഴുതാം. ദെൻ ദിസ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇക്വേഷൻ f is equal to mv²/r. then the result will be f proportional to 1/r². ഇവിടെ എന്താണ് ഫോഴ്സ് ഡിസ്റ്റൻസിന്, അതായത് റേഡിയസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ രീതിയിലാണ് എന്ത് ന്യൂട്ടൺ ആ ഇൻവേഴ്സ് സ്ക്വയറിലോ കണ്ടുപിടിച്ചത്. ആ ഒരു ജസ്റ്റ് അഡീഷണൽ ഇൻഫോർമേഷൻ പോലെ തന്നതാണത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി there is a force of attraction between the earth and the sun, and between the earth and moon there is a force of attraction between other celestial bodies as well. എന്താണ് മൂണും സണ്ണും തമ്മിൽ, അല്ലെങ്കിൽ എർത്തും സണ്ണും തമ്മിൽ, അല്ലെങ്കിൽ അതർ സെലസ്റ്റിയൽ ബോഡീസൊക്കെ തമ്മിൽ എന്താണ് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം ബോഡീസ് തമ്മിലും എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ അതർ ഒബ്ജക്ട്സ്, എർത്തും അതർ ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്ഷനെ പറ്റിയിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. If the mass of the earth is m, r its radius, and m the mass of an object placed on the surface of the earth, what will be the attractive force between them? എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആയിട്ടും റേഡിയസ് ആർ ആയിട്ടും കൺസിഡർ ചെയ്യാണ്. സോ എർത്തിൻ്റെ മുകളിൽ സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് അതിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു gm1m2/d² ആണ് അല്ലേ. ഇവിടെ m1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എമ്മും m2 എന്ന് പറയുന്നത് എന്താണ് സ്മോൾ ലെറ്റർ എമ്മും ആണ്. do ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ആർ റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. സോ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? gmm/r² എഴുതാൻ വേണ്ടി സാധിക്കും അല്ലേ. ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദ സെയിം എവരിവെയർ ഓൺ ദ എർത്ത്? എല്ലായിടത്തും ഒരേ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഈസ് ദ എർത്ത് റിയലി സ്പെറിക്കൽ ഇൻ ഷേപ്പ്? എർത്ത് സ്പെറിക്കൽ ഷേപ്പിലാണോ? നോ. ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ദ സെയിം എവരിവെയർ? അതുകൊണ്ട് തന്നെ റേഡിയസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കുമോ? സ്പെറിക്കൽ ഷേപ്പ് അല്ല, അതുകൊണ്ട് തന്നെ റേഡിയസ് എന്താവില്ല, സെയിം ആയിരിക്കില്ല. വേർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ദ റേഡിയസ് മാക്സിമം? എവിടെയായിരിക്കും റേഡിയസ് ഏറ്റവും കൂടുതൽ വരിക എർത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച്? അറ്റ് ദ ഇക്വേറ്റർ സൈഡിലായിരിക്കും എന്ത് റേഡിയസ് മാക്സിമം വരിക. വേർ ഈസ് ഇറ്റ് മിനിമം? എവിടെയായിരിക്കും മിനിമം റേഡിയസ് ഉണ്ടാവുക? ഇറ്റ് ഇസ് ഇൻ ദ പോൾസ്. അറ്റ് വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് എ ബോഡി ടു ബി പ്ലേസ്ഡ് ടു ദ എക്സ്പീരിയൻസ് ദ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? അപ്പം ഒരു ബോഡി എർത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക? റേഡിയസ് കൂടുതലുള്ള സ്ഥലത്തായിരിക്കുമോ റേഡിയസ് കുറവുള്ള സ്ഥലത്തായിരിക്കുമോ? വേർ ദ റേഡിയസ് ഈസ് സ്മോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം. റേഡിയസ് കുറവുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. റേഡിയസ് എവിടെയാണ് കുറവ് എന്നാണ് നമ്മൾ പറഞ്ഞത് എർത്തിൻ്റെ കേസിൽ? പോൾസിലാണ് റേഡിയസ് കുറവ്. സോ എന്തായിരിക്കും അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇഫ് എ ബോഡി ഈസ് ബീയിങ് കണ്ടിന്യൂസ്ലി റേസ്ഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്? നമ്മളിപ്പം ഒരു ബോഡിയെ കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് സർഫസിൽ നിന്ന് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ ഫോഴ്സിന് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സിന് എന്ത് വ്യത്യാസമാണ് വരിക? If a body is being continuously raised from the surface of earth, force of attraction decreases. Force of attraction എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം അവിടെ ആർ എന്ത് ചെയ്യാണ്? കൂടുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. സപ്പോസ് if the body is moved from the surface of the earth to the center, what happens? എന്ത് ചെയ്യാണ്? ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്, സെൻറ്ററിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വെൻ ഇറ്റ് റീച്ചസ് ദ സെൻറ്റർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിക്കം 0. സെൻറ്ററിലെത്തുമ്പം അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? 0 ആവും. കാരണം അവിടെ ആറ് 0 ആണ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താവും? 0 ആയിട്ട് വരും. അതുപോലെ എർത്ത് സർഫസിൽ നിന്ന് നമ്മൾ ഡിഗ് ചെയ്ത് താഴേക്ക് പോകുന്നതോറും എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അവിടെ ആറ് കുറഞ്ഞു വരികയാണ്. സോ ആറും
എഫും തമ്മിൽ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. R കുറയുമ്പോൾ എന്ത് ചെയ്യും, ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. So let's find up our class. If you have any doubt in this portion, please contact. Thank you.